ഗോപാലേട്ടാ, നമുക്ക് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഓ യെസ് യെസ്, നീ ആ ബാഗ് എടുക്ക്. അത് മുഴുവൻ കൊടുക്കണ്ടേ? കൊണ്ടുപോയി കഴിക്കട്ടെ, കുട്ടികളല്ലേ. എല്ലാരും കൂടെ കഴിച്ചോണം കേട്ടോ. ഓക്കെ, നിങ്ങളെ വൈകുന്നേരം ഇങ്ങോട്ട് വാ. ഇപ്പോഴേ ഞാൻ ആകെ ടയേർഡായിരിക്കുമ്പോ അറബി സംസാരിക്കുന്നത് ശരിയല്ലെന്ന് എന്റെ അറബാവ് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഞാൻ അറബാബ് എന്ന് പറഞ്ഞാലേ ഗോപാലേട്ടന്റെ മുതലാളിയാ. എന്റെ പൊന്നോ, ഓരോരോ വാക്കുകൾ കേട്ടോ. എന്റെ ഗോപാല, ഈ നാട്ടിൽ നിനക്ക് മാത്രമേ അറബാവുള്ളൂ. ആ അല്ല പിള്ളേരെ, എന്നാ നിങ്ങൾ പോയിക്കോ. വേറെയുണ്ട്. അതെ, 200 രൂപയുടെ ലോക്കൽ സാധന. ഇത് 200 ദർഹമാണ്. ദർഹം. ഈ 200 ദർഹം എന്നൊക്കെ പറഞ്ഞ എത്ര വരൂടാ? അത് 200 ദർഹം എന്ന് പറഞ്ഞാലേ ഏകദേശം ഒരു 3200 രൂപ വരും അല്ലേ സുനന്ദേ? ഭഗവാനെ, 3200 രൂപയുടെ കളിപ്പാട്ടോ? നമുക്കൊക്കെ അങ്ങനെ സ്റ്റാൻഡേർഡിലല്ലേ ജീവിക്കാൻ പറ്റൂ. സുനന്ദയോട് ചോദിച്ചു നോക്ക്. ദുബായിലെ വീട്ടിലെ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങളും ബ്രാൻഡഡ് ആയിരിക്കും. എന്നാലും എന്റെ ഗോപാല, നീ ഒരു ഭയങ്കര സംഭവം തന്നെ. ഗീതേച്ചി, ആ കൃഷ്ണമോളെ വാ. ദുബായ്ക്കാരൊക്കെ വന്നോ? ദാ ഇപ്പൊ വന്നിങ്ങ് കേറുകേ ഉള്ളൂ. ദേ നിൽക്കുന്നു ഗോപാലനും ഭാര്യയും മോളും. ഇതേതായി കുട്ടി? നീ അങ്ങ് മറന്നോ? ഇത് നമ്മുടെ തങ്കയുടെ മോള് കൃഷ്ണ. ഓഹോ, പെൺകുട്ടികൾ പെട്ടെന്ന് വളരുമല്ലേ. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. മോളുടെ പേരെന്താ? ഭാഗ്യ. ഗോപാലന്റെ ഭാഗ്യം. ദേഹമൊക്കെ നല്ല മിനുമിനാന്നിരിക്കുന്ന കണ്ടോ കൃഷ്ണ? എന്താ കാര്യമെന്നറിയോ? 3-4 നേരം ഈന്തപ്പഴവാ തിന്നുന്നേ. തങ്കത്തിന് സുഖമല്ലേ? ആ ഗോപാലമ്മ, ഞാനേ നിങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ ഇറങ്ങിയതാ, എല്ലാവരെയും ഒന്ന് കാണാനേ. സമയം പോലെ ഗോപാലമാമനും ഭാര്യയും മോളും കൂടി വീട്ടിലേക്ക് വാ. അയ്യോ, അങ്ങനെ പോകാൻ നിന്ന് അതിന് മാത്രമല്ലേ സമയം കിട്ടുള്ളൂ. ഗോപാലന്റെ കയ്യിൽ അതിന് മാത്രം സമയമുണ്ടോ? ഇപ്പൊ വരും ക്ലബ്ബുകാര്, പഞ്ചായത്തുകാര്, ക്ഷേത്ര കമ്മിറ്റിക്കാര്, പിരിവുകാര്. വലിയ പാടാ. പാവം കുട്ടി ക്ഷണിച്ചതല്ലേ, കുറച്ചു കഴിഞ്ഞ് ഒന്ന് അങ്ങോട്ട് പോയേക്കാം. ഞങ്ങൾ വരുമെന്ന് തങ്കത്തിനോടൊന്ന് പറഞ്ഞേക്കാം. എന്നാ ഞാൻ പോട്ടെ. ശരി. മാസല. അതെന്താ? അറബി? ഒടുക്കത്തെ അറബിയാണടി മോളെ. ദുബായിലെ അറബിമാര് പോലും ഇങ്ങനെ അറബി പറയൂല.